നമസ്കാരം. പശ്ചിമ ബംഗാളിലെ ബദ്ധവൈരികളുടെ സൗഹൃദം പലവട്ടം മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ബംഗാളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ CPM-ഉം BJP-യും പലയിടങ്ങളിലും ധാരണയിൽ മത്സരിച്ച കാര്യവും നമുക്കറിയാം. എന്തായാലും ഔപചാരിക സഖ്യമല്ല എങ്കിൽ പോലും ചില സീറ്റുകളിൽ ധാരണയുണ്ട് എന്ന് CPM സമ്മതിച്ച സമയത്തൊന്നും BJP-യും അത് നിഷേധിച്ചിരുന്നില്ല. തങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്ത ചില ഇടങ്ങളിൽ സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ഈ സ്വതന്ത്രരിൽ പല ആളുകളും CPM-ന്റെ സ്ഥാനാർത്ഥികളാണ് എന്നും നേരത്തെ തന്നെ BJP പറഞ്ഞിട്ടുണ്ടായിരുന്നു. നദിയ ജില്ലയിലെ കരിംപൂർ റാണാഘട്ട് മേഖലയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അതിക്രമങ്ങൾക്കെതിരെ CPM-ഉം BJP-യും ഒരുമിച്ച് റാലി നടത്തിയ ചരിത്രം പോലുമുണ്ട്. ഈ റാലിയിൽ രണ്ട് പാർട്ടികളും അവരവരുടെ പതാകകൾ ഏന്തിക്കൊണ്ടായിരുന്നു പ്രകടനത്തിൽ പങ്കുചേർന്നിരുന്നത്. അങ്ങനെ ഈ ബദ്ധവൈരികൾ ചില ഘട്ടത്തിലൊക്കെ ഒരുമിച്ച ഒരു കാഴ്ച അത് പലപ്പോഴും പശ്ചിമ ബംഗാളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിലെ 4 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പശ്ചിമ ബംഗാളിൽ അങ്ങിങ്ങായി ചില സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീര്യം കുറഞ്ഞ ബോംബുകൾ എറിഞ്ഞുകൊണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ചില ഇടങ്ങളിൽ പരിഭ്രാന്തി പരത്തിയത്. ഇതിനിടയിലാണ് പലയിടത്തും തൃണമൂൽ കോൺഗ്രസ് എന്ന പൊതു ശത്രുവിനെ നേരിടുന്നതിന്റെ ഭാഗമായി CPM-ന്റെയും BJP-യുടെയും പ്രവർത്തകർ ഒന്നിച്ചു നിന്നത്. അവർ ഒന്നിച്ച് തൃണമൂൽ കോൺഗ്രസിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു പല പ്രദേശങ്ങളിലും കണ്ടത്. ചില പ്രദേശങ്ങളിലെങ്കിലും ബദ്ധവൈരികൾ ഒന്നിച്ചു നിന്ന് തിരിച്ചടിക്കുന്ന ഒരു കൗതുകമുള്ള കാഴ്ചയ്ക്ക് കൂടിയാണ് ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.